ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് വളരെ പ്രസിദ്ധമായ ഒരു ദക്ഷിണേന്ത്യൻ വിഭവം ബിസിബെളെ ബാത്ത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. എൻ്റെ പേര് ഫർഹാന റാഷിദ് ആൻഡ് വെൽക്കം ടു മൈ ചാനൽ ക്രഷ്ഡ് ജിഞ്ചർ. ബിസിബെളെ ബാത്തിൻ്റെ ഉദ്ഭവം കർണാടകയിലാണ്. ഇത് ആദ്യമായി മൈസൂർ കൊട്ടാരത്തിലെ അടുക്കളയിൽ തയ്യാറാക്കിയതാണെന്ന് വിശ്വസിക്കുന്നു. ഇത് ഒരു വൺ പോട്ടിൽ തയ്യാറാക്കുന്ന വിഭവമാണ്. അതിൽ അരി, പരിപ്പ്, വിവിധ വെജിറ്റബിൾസ് എന്നിവയെല്ലാം ഒരു പ്രത്യേക മസാല മിശ്രിതം ചേർത്താണ് ഉണ്ടാക്കുന്നത്. സമയത്തിനൊപ്പം ഈ രുചികരവും പൗഷ്ടികവുമായ വിഭവം കർണാടകയിലും ദക്ഷിണേന്ത്യയിലെ മറ്റു ഭാഗങ്ങളിലും വളരെ പ്രശസ്തമായി. അപ്പോൾ അധികം വൈകാതെ ബിസിബെളെ ബാത്ത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഞാൻ ഒരു പ്രഷർ കുക്കറിൽ 1 ഗ്ലാസ് പരിപ്പും 1 ഗ്ലാസ് അരിയും കഴുകി വെച്ചത് ഇടുകയാണ്. ഒരിഞ്ച് നീളത്തിൽ മുറിച്ച് വെച്ചിരിക്കുന്ന ബീൻസ്, 2 നൂൽക്കോൽ, 1 ക്യാരറ്റ്, പിന്നെ കുറച്ച് ഗ്രീൻ പീസ്, നിലക്കടല, ഇതെല്ലാം കൂടി കുക്കറിലോട്ട് ഇടുകയാണ്. ഇനി ഇതിലോട്ട് 7 ഗ്ലാസ് വെള്ളം ഒഴിക്കുക. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടീസ്പൂൺ കുക്കിംഗ് ഓയിൽ, 1 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി സ്റ്റൗ ഓൺ ചെയ്തതിന് ശേഷം കുക്കർ അടച്ച് 2 വിസിൽ എടുക്കണം. നമുക്ക് ഒരു വലിയ പാത്രം എടുക്കാം. അതിലോട്ട് ഒരു വലിയ ടേബിൾ സ്പൂൺ നെയ്യ്, 1/3 കപ്പ് ഓഫ് കുക്കിംഗ് ഓയിൽ ഒഴിച്ചു കൊടുക്കണം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കടുകിടാം. കടുക് പൊട്ടിയതിന് ശേഷം 1/2 ടേബിൾ സ്പൂൺ ഹിംഗ്, കുറച്ച് കാഷ്യൂ നട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്യണം. ചുവന്ന മുളക് പൊട്ടിച്ചത്, പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കണം. ഇതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം ഇതിലോട്ട് ചെറുതായി മുറിച്ച് വെച്ച ഒരു ക്യാപ്സിക്കം ഇടുക. ക്യാപ്സിക്കം ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്താൽ ഇതിൻ്റെ പച്ചമണം ഇല്ലാണ്ടാവും. ഇനി ഇതിലേക്ക് ഞാൻ ഇടുന്നത് 2 ചെറുതായി മുറിച്ച് വെച്ച തക്കാളിയാണ്. തക്കാളിയെയും ഒന്ന് നന്നായി ഫ്രൈ ചെയ്തെടുക്കണം. തക്കാളിയെ ഇതുപോലെ 2 മിനിറ്റ് ഫ്രൈ ചെയ്തതിന് ശേഷം ഒരു വലിയുള്ളി നീളത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കണം. അതിനെയും കൂടി നന്നായി ഫ്രൈ ചെയ്തതിന് ശേഷം ഒരു നാരങ്ങയുടെ വലിപ്പത്തിൽ എടുത്തിട്ടുള്ള പുളിനെ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വെള്ളം ഇതിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. പുളിയുടെ പച്ചമണം പോകുന്നത് വരെ ഒന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. ഇതിനെയും കൂടി നന്നായി ഫ്രൈ ചെയ്തെടുക്കുക. ഇനി ഞാൻ ഇതിലോട്ട് ചേർക്കുന്നത് ബിസിബെളെ ബാത്ത് പൗഡറാണ്. 10 ടേബിൾ സ്പൂൺ ബിസിബെളെ ബാത്തിൻ്റെ പൗഡർ ഇതിലോട്ട് ഇടുക. ഇത് നമുക്ക് മാർക്കറ്റിൽ വളരെ എളുപ്പത്തിൽ വാങ്ങാൻ കിട്ടുന്നതാണ്. ബിസിബെളെ ബാത്ത് മസാല ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 2 ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ച അരി, പരിപ്പ്, പച്ചക്കറികൾ ബിസിബെളെ ബാത്ത് മസാലയിലേക്ക് ചേർക്കാം. ഇതിനെല്ലാം ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഉപ്പും പുളിയും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. അഥവാ കമ്മിയാണെങ്കിൽ ഉപ്പോ പുളിയോ ചേർക്കാവുന്നതാണ്. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. ഇടയ്ക്ക് ഒരു 2-3 പ്രാവശ്യം ഈ എല്ലാത്തിനെയും ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ പരിപ്പും ചോറും പച്ചക്കറികളും ഈ മസാലയും എല്ലാം ഒന്ന് ചേർന്ന് നന്നായി ഒന്ന് യോജിച്ച് ഈ ബിസിബെളെ ബാത്ത് രുചികരമായി തയ്യാറാകും. ചൂടോടെ ബിസിബെളെ ബാത്തിനെ ബൂന്തിയുടെ ഒപ്പം സെർവ് ചെയ്യുക. ഈ 1 പോട്ട് മീൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഐ എം വെയിറ്റിംഗ് ഫോർ യുവർ കമൻറ്റ്സ്. താങ്ക്സ് ഫോർ വാച്ചിങ്.